പ്രവാചക കാലം മുതലേ തുടരുന്നതാണ് കാബയുടെ കിസ്വ അഥവാ പുടവ മാറ്റുന്ന ചടങ്ങ്. അതിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്ര വഴികളിലൂടെയാണ് ഇനിയുള്ള യാത്ര. ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമായി ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട ഭവനമാണ് വിശുദ്ധ കാബ. ഇതിന് മനുഷ്യ സൃഷ്ടിയോളം പഴക്കമുണ്ട്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും മക്കയിലെത്തി ഈ വിശുദ്ധ ഗേഹം നിർമ്മിക്കുന്നതായി വേദഗ്രന്ഥങ്ങളിൽ കാണാം. ഇന്ന് 160 കോടി ജനങ്ങൾ തിരിഞ്ഞു പ്രാർത്ഥിക്കുന്ന ഇടമാണ് കാബ. ഇതിനെ ദിശാസൂചി എന്നർത്ഥം വരുന്ന കിബില എന്നാണ് വിളിക്കുന്നത്. അതായത് ലോകത്തെ മുഴുവൻ ഇസ്ലാം മത വിശ്വാസികളും നമസ്കാര സമയത്ത് അഭിമുഖീകരിക്കുന്നത് കാബയെയാണ്. ഓരോ വർഷവും ഹജ്ജിനും ഉംറക്കുമായി ലക്ഷോപലക്ഷം വിശ്വാസികൾ ഈ ദൈവിക ഭവനത്തിൽ എത്തുന്നു. കാബയ്ക്ക് ചുറ്റും വലയം ചെയ്യുക അഥവാ പ്രദക്ഷിണം ചെയ്യുക എന്നത് ഇസ്ലാം മത വിശ്വാസികൾക്ക് ഏറെ ശ്രേഷ്ഠമായ കാര്യമാണ്. 4 കോണുകളുള്ള ചതുരത്തിലുള്ള കെട്ടിടമാണ് കാബ. അതിനെ പുതപ്പിക്കുന്ന വസ്ത്രമാണ് കിസ്വ. കാബയുടെ മുകളിൽ നിന്ന് താഴേക്ക് തൂക്കിയിടുന്ന കിസ്വയുടെ വാക്കർത്ഥം വസ്ത്രം എന്നാണ്. പരിശുദ്ധിയോടെ കാബയെ അണിയിക്കുന്ന ഈ കിസ്വക്കുമുണ്ട് ചരിത്രം. പ്രവാചകന് മുന്നേ തന്നെ കാബയെ മൂടുപടം അണിയിക്കുന്ന പതിവുണ്ടായിരുന്നു. തുകൽ, ഈന്തപ്പനയോല, തുണികൾ എന്നിവ ഉപയോഗിച്ചാണ് കാബയെ അണിയിച്ചിരുന്നത്. മക്കയുടെ ഭരണം മുഹമ്മദ് നബി ഏറ്റെടുത്തതു മുതൽ ഈ പതിവ് രീതി പ്രവാചകനും തുടർന്നു പോന്നു. അന്നു മുതൽ യമനിൽ നിന്നായിരുന്നു കാബയെ പുതപ്പിക്കാനുള്ള വസ്ത്രം കൊണ്ടുവന്നിരുന്നത്. പ്രവാചക കാലശേഷം പിന്നീട് ഉമർ ബിനുൽ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഖലീഫമാരുടെ കാലമായപ്പോഴേക്കും ഈജിപ്തിൽ നിന്നായിരുന്നു ഇതിനുള്ള തുണി ഉപയോഗിച്ചിരുന്നത്. അബ്ബാസി ഖിലാഫത്തോടെ പട്ടുൾപ്പെടെയുള്ള മേത്തരം വസ്തുക്കൾ കൊണ്ട് കിസ്വ നിർമ്മിക്കാൻ തുടങ്ങി. ഉൽപാദനത്തിനും പരിപാലനത്തിനും പ്രത്യേക ചട്ടങ്ങൾ കൊണ്ടുവന്ന കാലഘട്ടം കൂടിയായിരുന്നു അബ്ബാസികളുടേത്. ഫാത്തിമി കാലഘട്ടമായപ്പോഴേക്ക് വീണ്ടും മാറ്റം വന്നു. അന്ന് മുതലാണ് കറുത്ത പുടവ കാബയെ അണിയിക്കാൻ ആരംഭിച്ചത്. അത് കൃത്യമായ സമയങ്ങളിൽ മാറ്റുന്ന രീതിക്കും തുടക്കമായത് അന്നാണ്. മംലൂക്കികൾ ഈജിപ്ത് ഭരിക്കുന്ന കാലത്ത് കിസ്വ ഉണ്ടാക്കുന്നതിന്റെ ചുമതല അവർ ഏറ്റെടുത്തു. അതോടെ ഗുണനിലവാരത്തിലും അലങ്കാരത്തിലും ഇവ ഏറെ മികച്ചതായി. കിസ്വയുടെ മുകളിൽ ലിഖിതങ്ങൾ തുന്നിച്ചേർക്കാൻ തുടങ്ങിയതും ഈ കാലഘട്ടത്തിലാണ്. ഉസ്മാനിയ ഖിലാഫത്തിലും ഈജിപ്തിൽ നിന്ന് കിസ്വ അണിയിക്കുന്ന രീതി തുടർന്നു പോന്നു. സ്വർണ്ണ നൂലുകൾ കൊണ്ട് നിറം നൽകിയതും ഈ കാലഘട്ടത്തിലായിരുന്നു. ഈജിപ്തിൽ നിന്നും മക്കയിലേക്ക് കിസ്വ കൊണ്ടുവരൽ പിന്നീടൊരു വലിയ മേളയായി മാറി. ആഘോഷപൂർവം ഒട്ടകത്തിലേറ്റി അത് മക്കയിലേക്ക് കൊണ്ടുവരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. പതിയെ പതിയെ സമയചക്രം തിരിഞ്ഞു. സൗദി അറേബ്യ സ്ഥാപിതമായി. അതിന് പിന്നാലെ കിസ്വയുടെ ചുമതല സൗദി സർക്കാർ ഏറ്റെടുത്തു. 1927 അതിന്റെ ഉൽപാദനത്തിനായി മക്കയിൽ ഒരു പ്രത്യേക ഫാക്ടറി തന്നെ സ്ഥാപിച്ചു. മക്കയിലെ ഉമ്മുൽ ജൂദ് എന്ന പ്രദേശത്താണ് കിസ്വ നിർമ്മിക്കുന്ന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. കിങ് അബ്ദുൽ അസീസ് കിസ്വ ഫാക്ടറി എന്നാണിത് അറിയപ്പെടുന്നത്. കരകൗശല വിദഗ്ധരും വിവിധ നൈപുണ്യമുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ 200ഓളം പേരുടെ 9 മാസത്തെ അധ്വാനമാണ് ഓരോ വർഷവും കാബയെ അണിയിക്കുന്ന കിസ്വ പുടവ. ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പട്ട് പരുത്തിയുമായി ചേർത്താണ് ഇത് നെയ്യുന്നത്. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലും ഇതിനായി ഉപയോഗിക്കുന്നു. ഇവ കൊണ്ടാണ് ഖുർആൻ വാക്യങ്ങൾ കിസ്വയിൽ ലേഖനം ചെയ്യുന്നത്. ഏറെ പരിശ്രമമുള്ള ഈ ജോലി കരകൗശല വിദഗ്ധരാണ് പൂർത്തിയാക്കുക. അഞ്ച് കഷ്ണങ്ങളാണ് കാബയെ അണിയിക്കുന്ന കിസ്വ പുടവ. 4 ചതുരത്തിലുള്ള ഭാഗങ്ങൾ. ഇതിൽ ഏകദേശം 14 മീറ്റർ നീളവും 46 മീറ്റർ വീതിയുമുണ്ടാകും. കൂടാതെ കാബയുടെ വാതിൽ മറക്കുന്ന ഒരു കഷ്ണം വേറെയുമുണ്ട്. ഖുർആൻ വചനങ്ങളാൽ അലങ്കാരപ്പണികൾ ചെയ്ത ഇവ ഒരു കർട്ടനെ പോലെ ഇരിക്കും. 6.5 മീറ്റർ നീളവും 3.5 മീറ്റർ വീതിയുമാണ് ഇതിന്റെ വലിപ്പം. കിസ്വ പുടവ നിർമ്മിക്കുമ്പോൾ തന്നെ ഒരു ബെൽറ്റും ഉണ്ടാക്കാറുണ്ട്. ഇത് വെള്ളിയുടെയും സ്വർണത്തിന്റെയും നൂലുകൾ ഉപയോഗിച്ചാണ് നെയ്തെടുക്കുന്നത്. ഇതാണ്
കാബയോട് കിസ്വയെ ഉറപ്പിച്ചു നിർത്തുക. 1000 കിലോഗ്രാം പ്രകൃതിദത്തമായ പട്ടുനൂലും 120 കിലോഗ്രാം സ്വർണ്ണ നൂലും 100 കിലോഗ്രാം വെള്ളി നൂലുമാണ് കിസ്വയെ മനോഹരമാക്കുന്നത്. ഒരു കിസ്വ നിർമ്മിക്കാൻ ഏകദേശം 22 കോടി സൗദി റിയാലാണ് വരുന്ന ചിലവ്. ഓരോ വർഷവും ഹിജ്റ പുതുവർഷമായ മുഹറം മാസത്തിന്റെ ആദ്യ ദിനത്തിന്റെ പുലരിയിലാണ് കിസ്വ മാറ്റുന്നത്. ഈ വർഷം അത് ഇന്നായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ അറഫ ദിനത്തിലായിരുന്നു കിസ്വ മാറ്റൽ. ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന കിസ്വ ചുരുട്ടി ഒരു പൈപ്പ് കണക്കെ പ്രത്യേകം കണ്ടെയ്നറിലാക്കി ഹറമിന്റെ മുറ്റത്ത് എത്തിക്കും. 1350 കിലോഗ്രാം ഭാരമുള്ള കിസ്വ കാബയുടെ പരിചാരകർ ചുമലിലേന്തി കാബയുടെ അരികിലെത്തിക്കും. കയറുപയോഗിച്ചാണ് മുകളിലേക്ക് ഉയർത്തുക. സ്വർണ്ണ നിറമുള്ള വളയങ്ങളിൽ ഇതിനെ ബന്ധിക്കും. കിസ്വ താഴേക്ക് തൂക്കിയിട്ട ശേഷം പഴയ കിസ്വ അഴിച്ചുമാറ്റി താഴേക്കിടും. സ്ത്രീകൾ ഉൾപ്പെടെ വിദഗ്ധരായ 150ഓളം തൊഴിലാളികളാണ് കിസ്വ മാറ്റ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഏറെ പവിത്രതയോടെയാണ് ഇതിന്റെ ഓരോ കർമ്മങ്ങളും പൂർത്തിയാക്കുക. കാബയുടെ ചുമരുകൾ പഴയ കാലത്തതിൽ നിന്നും വലിയ മാറ്റമില്ല. പക്ഷേ അതുറപ്പോടെ നിലനിർത്താൻ ഓരോ സമയങ്ങളിലും പ്രത്യേക പരിശോധനയുണ്ട്. കിസ്വ അണിയിച്ചാൽ ഹജ്ജ് ഉൾപ്പെടെ തിരക്കേറുന്ന സമയങ്ങളിൽ അത് ഉയർത്തിക്കെട്ടാറുണ്ട്. കനത്ത തിരക്കിൽ കിസ്വക്ക് കേടുപാട് സംഭവിക്കാതിരിക്കാനാണ് ഇത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിശിഷ്ട വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെല്ലാം സമ്മാനമായി വിതരണം ചെയ്യാറാണ് പതിവ്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ഐക്യത്തിന്റെയും കാബയുടെ പവിത്രതയുടെയും പ്രതീകമാണ് കിസ്വ. ഇസ്ലാമിക നാഗരികതയുടെ സമ്പന്നമായ സംസ്കാരവും മതപരവുമായ പൈതൃകത്തെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു.